ശ്രീനാരായണ ഗുരുദേവന്റെ 98ാം മഹാസമാധി ദിനം സമുചിതമായി ആചരിച്ചു. ശ്രീനാരായണ സഹോദര ധർമ്മവേദി കരുനാഗപ്പള്ളി യൂണിയന്റെ ആഭിമുഖ്യത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ വവ്വാക്കാവിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങുകൾക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി സൌത്ത് ഇന്ത്യൻ ആർ വിനോദ് ഭദ്രദീപം തെളിയിച്ച് ആരംഭം കുറിച്ചു. തുടർന്ന് ഗുരുദേവ സ്മരണകളോടെ പുഷ്പാർച്ചനയും നടത്തി. തുടർന്ന് ആദിനാട് വടക്ക് പഞ്ചായത്ത് മുക്കിലെ ഗുരുക്ഷേത്ര സന്നിധിയിൽ ഗുരുപൂജയും നടന്നു. പൂജയിലും ചടങ്ങുകളിലും നിരവധി ശ്രീനാരായണീയർ പങ്കെടുത്തു. ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന സെക്രട്ടറി എലമ്പടത്ത് രാധാകൃഷ്ണൻ, കൊല്ലം ജില്ലാ ട്രഷറർ അനിൽകുമാർ, ശ്രീനാരായണ സഹോദര ധർമ്മവേദി കരുനാഗപ്പള്ളി യൂണിയൻ സെക്രട്ടറി വിജയൻ ശബരി, രക്ഷാധികാരി ശങ്കരൻ പുലിത്തിട്ട, വൈസ് പ്രസിഡന്റ് രവീന്ദ്രൻ മുളയ്ക്കൽ തുടങ്ങിയവരും ആദിനാട് ശാഖാ പ്രസിഡന്റ് വിക്രമൻ സൗപർണിക, സെക്രട്ടറി രവീന്ദ്രൻ, രക്ഷാധികാരി ഷൺമുഖൻ, ട്രഷറർ ഹരിദാസ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. മഹാഗുരു ലോകത്തിന് പകർന്നു തന്ന അറിവും ആദർശങ്ങളും എക്കാലവും മുറുകെ പിടിക്കുവാനുള്ള ഉത്തരവാദിത്തം എല്ലാ ശ്രീനാരായണീയർക്കും ഉണ്ടെന്ന മഹത്തായ സന്ദേശമാണ് ഗുരുവിന്റെ ഓരോ സമാധി ദിനവും പകർന്നു നൽകുന്നത്. മതത്തെക്കാൾ മനുഷ്യന് പ്രാധാന്യം നൽകിയ വിശ്വഗുരു മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന ശക്തമായ ചിന്തോദ്ദീപകമായ ആശയമാണ് മനുഷ്യരാശിക്ക് സംഭാവന ചെയ്തത്. അത്തരത്തിലുള്ള മഹത്തായ ആദർശങ്ങളാണ് മാനവരാശിയെ തന്നെ മുന്നോട്ട് നയിക്കുന്നത്. ഗുരുദേവ ആദർശങ്ങൾ മാനവരാശിക്ക് പകർന്നു നൽകുന്ന ചടങ്ങായി തന്നെ മഹാസമാധി ദിനത്തെ ആചരിക്കുവാൻ ശ്രീനാരായണ സഹോദര ധർമ്മവേദി കരുനാഗപ്പള്ളി യൂണിയന് സാധിച്ചു. ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങൾ മുറുകെ പിടിക്കേണ്ട SNDP യോഗ നേതൃത്വം ആദർശങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന സാഹചര്യത്തിൽ ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ പ്രസക്തി ഏറെയാണ്. ന്യൂസ് ഡെസ്ക് യോഗനാഥം ന്യൂസ്.